ശുദ്ധാക്ഷരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു പദമായ പെഡഗജി, അത് ഗ്രീക്ക് ഉത്ഭവമുള്ള ഒരു പദപ്രയോഗമാണ്. ഈ പെഡഗജിക്ക് പുസ്തകം ചുമക്കുന്ന അടിമകളുമായിട്ട് ബന്ധമുണ്ട്. കാരണം കുലീന കുടുംബങ്ങളിലെ കുട്ടികളാണല്ലോ അന്നൊക്കെ പഠിക്കാൻ പോയിരുന്നത്. അവരുടെ പുസ്തകങ്ങളും മറ്റും ചുമന്നുകൊണ്ട് അടിമകളും കൂടെ നടക്കും. അപ്പോൾ അടിമകളുടെ ഈ അടിമപ്പടിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് പെഡഗജി എന്ന പദമുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനം പലപ്പോഴും ചുമടെടുക്കലായി മാറാറുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങളും തലയിൽ വെച്ച് നടന്നു പോകുന്നത് കാണുമ്പോൾ പണ്ടത്തെ ഗ്രീക്ക് അടിമകളുടെ ഓർമ്മ നമ്മളുണ്ടാവുകയും ചെയ്യും. പക്ഷേ സത്യത്തിൽ അടിമപ്പണിയൊന്നല്ലല്ലോ ഈ പഠനം എന്നുള്ളത്. അങ്ങേറ്റ രസാവഹമാക്കി മാറ്റാവുന്നേ ഉള്ളൂ പഠനം. എൻ്റെ കയ്യിലുള്ളത് പഠനം രസകരം എന്ന പേരിലുള്ള പുസ്തകമാണ്. PKA റഷീദ് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പഠിച്ചതെല്ലാം കൃത്യമായി ഓർത്തെടുക്കുന്ന എങ്ങനെ അത് രസകരമായി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇദ്ദേഹം വളരെ സരസമായ വിധത്തിൽ, ലളിതമായ വിധത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ അറിവ് എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ്. പഠനം രസകരമാക്കാൻ ചെയ്യേണ്ട ഏതാനും പൊടിക്കൈകൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പഠനമുറിയിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ആരംഭിക്കണം. പഠനമുറി എങ്ങനെയുള്ളതായിരിക്കണം? അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്ന്, നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുന്ന ഒരു മുറിയായിരിക്കണത്. അത് ചെറിയ മുറിയായാലും വലിയ മുറിയായാലും അല്പം കാറ്റും വെളിച്ചമൊക്കെ ലഭിക്കണം. കൊട്ടിയടച്ചിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് പറയുമ്പോൾ മാതാപിതാക്കൾക്കൊരു കോശം കൂടി. ഈ അടഞ്ഞ വാതിലിനുള്ളിൽ ചില സമയങ്ങളിൽ അടഞ്ഞ ജീവിതവും ജീർണിച്ച സംസ്കാരവും ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കളൊക്കെ വളരെ അഭിമാനത്തോട് പറയുന്നു, അവനും വാതിലടച്ചകത്ത് കയറി കമ്പ്യൂട്ടറും ഓൺ ചെയ്തിരിക്കാൻ തുടങ്ങി ഒരുപാട് നേരമായി, ഉസ്താദാണ് കമ്പ്യൂട്ടറിൽ എന്നാണ് അവർ പറയുക. പക്ഷേ ആ അടഞ്ഞ വാതിലിനുള്ളിൽ തുറക്കപ്പെടുന്ന ചിലപ്പോൾ പാതാളത്തിൻ്റെ പുതിയ വാതിലുകളായിരിക്കാം. അതുകൊണ്ട് അടഞ്ഞ വാതിലിനുള്ളിൽ ചില നേരങ്ങളിൽ അടഞ്ഞ സംസ്കാരവും ജീർണിച്ച ജീവിതമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തുറന്ന വാതിൽ തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും നല്ലത്. 2, പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ, പേനകൾ, മറ്റ് സാധനങ്ങളെല്ലാം വാരി വലിച്ചിടുമ്പോൾ അവിടെ തന്നെ പഠനത്തിൻ്റെ ഒരു ഓളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒരുക്കി വെക്കാൻ സാധിക്കുമ്പോൾ സൈക്കോളജി പറയുന്നത് അല്പം ക്രമത്തിലുള്ള ഒരു പഠന അന്തരീക്ഷത്തിൽ അടക്കും ചിട്ടയുമുള്ള ചിന്തകൾ താനെ വിരുന്നിനെത്തും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ക്രമീകരിക്കേണ്ടത് അടുത്തത്. ഇനി വായുപ്രവാഹം കൃത്യമായി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം, കാർബൺ ഡയോക്സൈഡ് തങ്ങി നിൽക്കുന്ന മുറിക്കുള്ളിലിരിക്കുന്ന കുഞ്ഞ് അല്പം മന്ദത ഫീൽ ചെയ്യുന്നൊരു കുഞ്ഞായി മാറും. നമ്മൾ ചടഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അല്പം നേരം ഓക്സിജൻ കുറഞ്ഞു പോകുന്നൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വളരെയധികം നിലച്ചു പോകും. കാരണം വായുവിലെ ഓക്സിജൻ്റെ 25% ഉപയോഗപ്പെടുത്തുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഇനി പഠനമേശ, അത് ഒരല്പം നമ്മളിരിക്കുന്ന ഭാഗത്ത് ഒരല്പം ചരിവുള്ള മേശയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇരിക്കുന്നയാൾ നട്ടെല്ല് വളയാതെ ഇരിക്കുമ്പോൾ അയാളുടെ ഭൗതികമായ ശക്തി കൂടുന്നു, ഓർമ്മശക്തി കുറച്ചുകൂടി ഷാർപ്പാകുന്നു, പെട്ടെന്ന് മനസ്സിലേക്ക് കാര്യങ്ങൾ ചെന്ന് കയറുന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പം നട്ടെല്ല് വളയാതെ ഇരിക്കണമെന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞു തന്ന കാര്യം ശാസ്ത്രീയമായി വളരെയധികം സത്യമാണ് എന്ന കാര്യം നമ്മളും തിരിച്ച് അറിയണം. ഇനി പഠന സമയത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് ഉറക്കച്ചടവോടുകൂടി അല്ല പഠിക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ഉറക്കം ആദ്യമേ തന്നെ ഉറപ്പാക്കണം. നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ 6-7 മണിക്കൂർ ഒരു കുട്ടി നിശ്ചയമായും ഉറങ്ങിയിരിക്കണം. കാരണം ഉറങ്ങുന്ന സമയത്താണ് അവൻ പഠിച്ച കാര്യങ്ങളുടെ പ്രോസസ്സിങ് സംഭവിക്കുക. ഉറക്കം വെടിഞ്ഞിരുന്ന് അവൻ പഠിച്ചിട്ടുള്ളെങ്കിൽ അവൻ്റെ ഷോർട്ട് ടൈം മെമ്മറി മാത്രമാണ് താൽക്കാലികമായി പരീക്ഷ ഹാളിൽ ചിന്നിച്ചിതറിയ മട്ടിൽ പ്രവർത്തിക്കുക.
ലോങ് ടേം മെമ്മറി ആയിട്ട് അത് മാറിയിട്ടില്ല. ലോങ് ടേം മെമ്മറി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് ഉറക്കം വേണം. ഉറക്കത്തിൻ്റെ നേരത്താണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വികാസവും വളർച്ചയും സംഭവിച്ചിരിക്കുക. അപ്പോൾ ഉറക്കം അത് കൃത്യമാക്കണം. പിന്നെ വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് പഠിക്കാൻ പാടില്ല. കാരണം മൊത്തത്തിലുള്ള മന്ദിച്ച അവസ്ഥയിൽ അവൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരിക്കുകയായിരിക്കും. അപ്പം അതുകൊണ്ട് വല്ലാതെ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് പഠിക്കുന്നതിന് പകരം മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. പിന്നെ ശാസ്ത്രം പറയുന്നത് ഈ വൈകുന്നേരം 4 മണി മുതൽ ഒരു 5:30 മണി വരെയുള്ള സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ കളിക്കാൻ വിടണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ പരീക്ഷ വന്നു എന്ന് കരുതി കളിയെല്ലാം നിർത്തിവെക്കുന്നത് സത്യത്തിൽ നല്ലതല്ല. കാരണം കളിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ മസാജും ഒരു എക്സ്റ്റേണൽ മസാജും സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല രക്തം ശുദ്ധിയാക്കപ്പെടുന്നു, ഓക്സിജൻ്റെ അളവ് ഒരുപാട് കൂടി മൊത്തത്തിൽ ഒരു റീജുവനേഷൻ സംഭവിക്കുന്നു, എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ ശക്തമായിട്ട് അവനിലുണ്ടാകുന്നു. അപ്പോൾ ഈ കളി വളരെ അത്യാവശ്യമാണ്. അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ജീർണഭാവങ്ങൾ അഴുക്കായി വിയർപ്പായി പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ സംഭവിക്കണം. അപ്പോൾ പരീക്ഷയാണെങ്കിൽ പോലും പരീക്ഷയുടെ തലേദിവസം പോലും അല്പം നേരം കളിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറച്ച ബോധ്യമുണ്ട്. ആ ബോധ്യം സ്വീകരിക്കാൻ പറ്റാത്തവർ സ്വീകരിക്കാതിരിക്കുക. എന്നാലും പൊതുവെ സയൻസ് പറയുന്നത് ഇങ്ങനെ പഠനം മാത്രമായിട്ട് ഫുൾ ടൈം ഇരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമില്ല, ഇടയ്ക്കെങ്കിലും ഒരു എക്സർസൈസ് വേണം എന്ന് കരുതി പരീക്ഷയായിട്ട് തലേദിവസം മുഴുവൻ കളിച്ചിരിക്കണമെന്നല്ല പറയുന്നത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഗെയിംസോ മറ്റ് ശാരീരികമായ എക്സർസൈസോ വളരെ നല്ലതാണ്. പലപ്പോഴും പലരും ചെയ്യുന്നൊരു മണ്ടത്തരം, ഉണർവോടുകൂടി ഇരിക്കാൻ വേണ്ടി, ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ചായയും കാപ്പിയും ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ചായയും കാപ്പിയും രണ്ടും ഉണർവിലേക്കല്ല ഉറക്കത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം കാപ്പിയിലും മറ്റുമുള്ള കഫൈൻ ഒരുപാട് ശരീരത്തിൻ്റെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ടെൻഷൻ വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ ചില സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ തളർത്തുകയും ചെയ്യുന്ന ഘടകങ്ങൾ ഇതിൽ രണ്ടിലുണ്ട്. അതുകൊണ്ട് ചായ, കാപ്പി, മറ്റ് കോളകൾ ഇതൊന്നും പരീക്ഷ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. മിതമായ രീതിയിൽ സാധാരണ കുടിക്കുന്ന പോലെ കുടിക്കാം. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയും അതിനുശേഷം അത്രയും നാൾ പഠിച്ചതൊന്ന് ഓർത്തിരിക്കുന്നതും അത്രയും ദിവസം അത്രയും നേരം ഓർത്തിരിക്കുന്നത് നല്ലൊരു എക്സർസൈസാണ്. കാരണം അങ്ങനെ ഓർത്തിരിക്കാൻ ശ്രമിച്ച് തന്നെ നിദ്രയുടെ ആ ലോകത്തിലേക്ക് അവൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനിടയിൽ കുറേ കാര്യങ്ങൾ മനസ്സിൽ ഷാർപ്പായി രജിസ്റ്റേർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അടുത്ത ഒരു കാര്യം നമ്മളുടെ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ടൈം പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ വളരെ മോശമായി കളയുന്നതും. ശരിക്കും നമ്മളൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, അത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയാലും പഠിക്കാത്ത വ്യക്തിയായാലും നമുക്ക് 4-5 തരത്തിൽ അതിനെ തരംതിരിക്കാൻ പറ്റും. ABCD എന്ന് കാറ്റഗറൈസ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 1, വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അർജൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, വളരെ പ്രധാനപ്പെട്ടതും അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. ഉദാഹരണം, നിങ്ങളൊരു അസൈൻമെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കണം, ഇന്ന ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തെ സംബന്ധിച്ചത്. അപ്പം അത് A. B, നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് അർജൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ, അത് അർജൻറ്റായ കാര്യമാണ്, അടിയന്തരമായൊരു കാര്യമാണ്, പക്ഷേ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, വേണമെങ്കിൽ മാറ്റിവെക്കാം. C, അടിയന്തരമല്ല പക്ഷേ പ്രധാനം, ഇറ്റ്സ് നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇന്ന ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ഒരു ക്ലാസ് ടെസ്റ്റോ പ്രോജക്റ്റോ ഇപ്പോൾ ചെയ്ത് തീർക്കണ്ട, പക്ഷേ 2-3 ആഴ്ചക്കുള്ളിൽ അത് ഡെഫിനറ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ അർജൻറ്റ് അല്ലെങ്കിലും പ്രധാനപ്പെട്ടതാണ്. ഇനി D, അടിയന്തരവുമല്ല പ്രധാനപ്പെട്ടതുമല്ല, അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല. ഈ ABCD ഈ 4-ൽ ഭൂരിഭാഗം കുട്ടികളും സമയം മുഴുവൻ കളയുന്നത് അടിയന്തരവുമല്ല പ്രധാനപ്പെട്ടതുമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇറ്റ്സ് നോട്ട് അർജൻറ്റ്, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഒരാവശ്യമില്ലാതെ റിമോട്ടും പിടിച്ച് ഏതോ രാജ്യത്തെ യുവരാജാവെന്ന മട്ടിൽ ചില കുട്ടികൾ ഇരിക്കാറുണ്ട്. ഇങ്ങനെ റിമോട്ടും കയ്യിൽ വെച്ച് അവർ ഇരിക്കുകയാണ്.
എന്നിട്ട് റിമോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കും. വെറുതെ ഞെക്കി 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 ആകപ്പാട് കിട്ടുന്ന എക്സർസൈസ് 2 വിരലിൽ കിട്ടുന്ന എക്സർസൈസ് ആയിരിക്കും. ഇങ്ങനെ ഞെക്കി 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 മറ്റൊരു എക്സർസൈസും കിട്ടാതെ ചതഞ്ഞ് കെട്ടടങ്ങി അയാളിങ്ങനെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിൽ അതിന് പറയുന്ന കോച്ച് പൊട്ടാറ്റോസ് എന്നാണ്. അതിങ്ങനെ കോച്ചിലിങ്ങനെ ചാരി ഇരുന്ന് പൊട്ടാറ്റോ പോലെയായി വീർത്ത് വരികയാണ്. വേറൊരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ urgent and very important, or urgent but not important, and not urgent not important, ഇങ്ങനെയെല്ലാം കാറ്റഗറി തിരിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ച് വേണം നിങ്ങളുടെ പ്ലാനിങ് തയ്യാറാക്കാൻ. ഇനി നമ്മളിൽ തന്നെ പലതരം മനുഷ്യരുണ്ടല്ലോ. നിങ്ങളുടെ പഠനത്തെ സംബന്ധമായിട്ട് നോക്കുമ്പോഴും പലതരത്തിലുള്ള അപ്രോച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച് 3 തരത്തിലുള്ളൊരു പ്ലാനിങ് വേണം. ഒന്ന് മനസ്സിൽ കുറിക്കണം. ഒന്ന്, ദീർഘകാല പദ്ധതി. 1 വർഷം മുഴുവൻ നോക്കിയിട്ട് ഈ 1 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് നീങ്ങണം എന്നുള്ളൊരു പദ്ധതി ആദ്യമേ തന്നെ ഇടണം. ആരെങ്കിലും അങ്ങനെ പദ്ധതി ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴങ്ങനെ തുടങ്ങി വെക്കുക. രണ്ടാമതായിട്ട് മധ്യകാല പദ്ധതി, അതായത് 1 മാസത്തേക്കോ 2 ആഴ്ചയിലേക്കോ ഉള്ളൊരു പദ്ധതി. അടുത്തതായിട്ട് ഹ്രസ്വകാല പദ്ധതി, അതായത് ഈ ദിവസത്തിന് വേണ്ടിയുള്ള പദ്ധതി. അപ്പോൾ എന്നെ കേൾക്കുന്ന യുവ സുഹൃത്തെ, ആദ്യം ഈ ഹ്രസ്വകാല പദ്ധതിയിൽ തുടങ്ങുക. നിങ്ങൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. പതുക്കെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പദ്ധതി ഇങ്ങനെയായിരിക്കും, 1 മാസത്തേക്കുള്ള പദ്ധതി അങ്ങനെ മാറുക. അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചേരും. പ്ലാനിങ് ഒന്നുമില്ലാതെ എവിടെയെങ്കിലും എത്തിച്ചേരുമെന്ന് വെറുതെ ചിന്തിക്കരുത്. ഞാൻ ഇത് പ്രത്യേകമായിട്ട് ആൺകുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പെൺകുട്ടികൾ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്, കുറച്ചും കൂടി പ്ലാൻഡാണ്. അവർക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികൾ അങ്ങനെ വലിയ പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് അവർക്ക് കരുത്തുണ്ട്, കഴിവുണ്ട്, അതുകൊണ്ട് കരുത്തും കഴിവുമുള്ള അവരെ തേടി വിജയം താനേ വരും, വിജയം തൊട്ടടുക്കൽ വന്ന് മുട്ടി വിളിക്കുകയാണ്, വാതിലൊന്ന് തുറന്നു കൊടുത്താൽ മതി എന്ന മട്ടിലാണ് ആൺകുട്ടികൾ തങ്ങളോട് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പ്ലാനിങ് വേണം, ജീവിതത്തിനൊരു സിസ്റ്റമറ്റൈസേഷൻ വേണം. അതല്ലെങ്കിൽ എത്തേണ്ടിടത്ത് എത്തിച്ചേരില്ല. ഇനി അടുത്ത ഏറ്റവും വലിയൊരു ശത്രു എന്താണെന്നറിയോ? പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ നീട്ടിവെപ്പ് എന്ന വലിയ ഒരു ട്രാജഡി ഉണ്ട്. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കും. എല്ലാം ഇങ്ങനെ മാറ്റിവെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഗ്രന്ഥകർത്താവ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ബഹുഭൂരു ചോദ്യങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ നല്ല മടിയനാണെന്നാണ് അർത്ഥം. ഞാനിനി ഈ ചോദ്യങ്ങൾ വായിച്ച് കേൾക്കാം, മനസ്സുകൊണ്ട് ടിക്കിട്ടോ. 1, എല്ലാ ദിവസവും കാലത്ത് ഒരു കൃത്യസമയത്ത് ഉണരുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഇനി ഉണർന്നാൽ തന്നെ ഉടനെ എഴുന്നേൽക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം സ്വയം ശപിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കാറ്? ടിക്കിട്ടേക്കുക. 2, ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും പതിവിലും താമസിച്ചാണോ എഴുന്നേൽക്കാറ്? 3, കൃത്യസമയത്ത് എത്താൻ കഴിയാത്തത് മൂലം ബസ്, ട്രെയിൻ യാത്ര തുടങ്ങിയവ മുടങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ടെലിഫോൺ കോൾ ഉണ്ടായാൽ വിവരമറിഞ്ഞ ഉടനെ നിങ്ങൾ തിരിച്ചു വിളിക്കാറുണ്ടോ? പഠനകാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും മുമ്പ് കൂട്ടിവെച്ചിരിക്കുന്ന ജോലികളാണ് നിങ്ങൾ കൂടുതലും ചെയ്യാറുള്ളത്? എവിടെയെങ്കിലും യാത്രയ്ക്കോ മറ്റോ പോകുമ്പോൾ തയ്യാറെടുപ്പും ഒരുക്കമൊക്കെ അവസാന നിമിഷം ധൃതി പിടിച്ച് ചെയ്യുന്ന രീതിയാണോ നിങ്ങളുടേത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി കാത്തിരിക്കാറുണ്ടോ? ഇത് ചോദിച്ചിട്ട് ഉത്തരങ്ങൾ എന്താണ് എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. മിക്കവാറും യെസ് 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 എന്നുള്ള ഉത്തരമാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫുൾ ടൈം മടിയനായി മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നീട്ടിവെക്കാനുള്ള അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പരാജയഭീതി. ചില മനുഷ്യർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളാണ്. അതുകൊണ്ട് പരാജയപ്പെടുമെന്ന് കരുതി എല്ലാം മാറ്റിവെക്കുകയാണ്. പിന്നെ സ്വതയുള്ള അലസതയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ജോലികളിൽ ആളിത്തം. ഇത് വളരെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. അടുത്തൊരു കാര്യം, ഇങ്ങനെ സിമ്പിളായിട്ട് മടിപിടിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുമ്പോഴും അത് ചെയ്തു തരാൻ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും. ഇത് ഞാൻ പറയുമ്പോൾ എപ്പോഴും നിത്യസഹായ മാതാവിനെ പോലെ നിൽക്കുന്ന ചില അമ്മമാരും നിത്യസഹായ പിതാവിനെ പോലെ ഇരിക്കുന്ന ചില പിതാക്കന്മാരും മക്കൾക്ക് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് അപേക്ഷിക്കുകയാണ്, ഈ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. ചില വീടുകളിൽ മക്കൾ ചെയ്യേണ്ട ഹോംവർക്കുകൾ മുഴുവൻ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുകയാണ്.
ആ മക്കളെ നശിപ്പിക്കുകയാണ് നിങ്ങൾ എന്ന് സ്നേഹത്തോടു കൂടി എന്നാൽ ശക്തമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മളുടെ പഠനത്തിൽ ഓർമ്മ ശക്തമായി മാറ്റുവാനായിട്ട് മനക്കാഴ്ച കണ്ട് പഠിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. ഈ പുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചരിത്രം പഠിക്കുന്ന ആൾ ചരിത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലൊരു കാഴ്ചയാക്കി മാറ്റുക. അക്ബറിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് എസ്സേ പഠിക്കുമ്പോൾ ഒരു ചിത്രങ്ങളായിട്ട് മനസ്സിലൊന്ന് പതിപ്പിക്കുക. കാരണം ചിത്രം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും, അത് പെട്ടെന്ന് മനസ്സിൽ പോവുകയില്ല. അപ്പോൾ മനക്കാഴ്ചകൾ കണ്ട് കുറേ വിഷയങ്ങളെങ്കിലും പഠിക്കാൻ പറ്റും. ലിറ്ററേച്ചർ, ചരിത്രം, ബയോളജി മുതലായ കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഏകാഗ്രത കൂട്ടുവാനായിട്ട് കുറേ കാര്യങ്ങളും ഈ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. ഏകാഗ്രത കൂട്ടുവാനായിട്ട് ഒന്ന് മാനസികമായിട്ടൊന്ന് തയ്യാറെടുപ്പെടുത്തണം. അതായത് ശ്രദ്ധയോടുകൂടി ഞാൻ പഠിക്കും എന്നൊരു തയ്യാറെടുപ്പ് നടത്തി മുഖമൊക്കെ ഒന്ന് കഴുകി കുളിക്കേണ്ട സമയം കുളിച്ച് ഫ്രഷപ്പായിട്ട് വന്നിരിക്കുക. രണ്ട്, ഒരു വാമപ്പ് ചെയ്യുക. വാമപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ ഇത്രയൊക്കെ പഠിക്കാൻ പോകണമെന്നുള്ള ഏകദേശം ഒരു സിസ്റ്റമാറ്റിക് ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതൊരു വാമപ്പാണ്. ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6, 7, 10 ഇത്തരം കാര്യങ്ങൾ ഞാനിന്ന് പഠിക്കും എന്ന മട്ടിലൊരു വാമിങ് അപ്പ്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ കെടുത്തിക്കളയുന്ന TV, മൊബൈൽ ഫോൺ മുതലായവ നിങ്ങളുടെ പരിസരത്ത് നിന്ന് മാറ്റി നിർത്തുക. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ. ജീവിക്കാൻ അത്യാവശ്യമുള്ള കാര്യം എന്താണെന്നൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ വായു എന്നല്ല പറഞ്ഞത്, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത്. വായു കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ ഫോൺ തിന്ന് ജീവിക്കാൻ പറ്റുമെന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ. അതുകൊണ്ട് അത് മാറ്റി വെക്കേണ്ടി വരും. മാറ്റി വെക്കാൻ മാതാപിതാക്കൾ നിർബന്ധിക്കണം. പഠിക്കുന്ന കുട്ടികൾക്ക് സത്യത്തിൽ എന്തിനാ എപ്പോഴും മൊബൈൽ ഫോണിൻ്റെ തുണ? ഈ ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏത് സമയവും വെറുതെ പൊട്ടൻ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിലൂടെ ബുദ്ധിപരമായ ഒരുപാട് വികാസം ഉണ്ടാകുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടോ? എനിക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് വിനീതമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. അടുത്തതായിട്ട്, ഇടയ്ക്ക് ശ്രദ്ധ പൂർണ്ണമായിട്ട് മാറിക്കഴിയുമ്പോൾ ചെയ്യാവുന്ന ഒരു ട്രിക്ക്, ഒന്ന് കണ്ണടച്ച് 1 മുതൽ 10 വരെയും പിന്നെ തിരിച്ച് 10 മുതൽ 1 വരെയും ശ്രദ്ധയോടെ എണ്ണി വെക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ മനസ്സിന് ഒരു ഏകാഗ്രത വരും. പിന്നെ ആരംഭിക്കുന്ന സമയം, പഠനം ആരംഭിക്കുന്ന സമയം എപ്പോഴും ഒരേ സമയമാക്കി മാറ്റാൻ ശ്രമിക്കുക. എപ്പോഴും ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ ഒരു പാറ്റേൺ, സൈക്കോളജിയിൽ അതിൻ്റെ കണ്ടീഷനിങ് എന്ന് പറയും, ഒരു കണ്ടീഷനിങ് സംഭവിക്കുകയും നിങ്ങളുടെ പാറ്റേണിനോടൊപ്പം അത് ചേരുകയും ചെയ്യും. ഒരേ സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ 20 മിനിറ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 20 മിനിറ്റിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് കണ്ണടച്ച് അത്രയും നേരം പഠിച്ചത് എത്രത്തോളം മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പിന്നെ പഠിക്കുക. അങ്ങനത്തെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് റിക്കളക്റ്റ് ചെയ്ത് പഠിക്കുന്ന രീതി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുന്നവരായിട്ട് മാറും. പിന്നെ ഇത്രയും നേരം പഠിച്ചതിന് ഇങ്ങനൊരു സമ്മാനം എന്ന മറ്റു ചില സമ്മാനങ്ങളൊക്കെ നമുക്ക് സ്വയം കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഇത്രയും പഠിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമ്മാനം. കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ ആരെയും ചീത്തയാക്കില്ല, ഒരുപാട് വളർത്തുകയും നന്നാക്കുകയും മാത്രമാണ് എന്ന കാര്യം വ്യക്തമായിട്ട് ഓർക്കാം. പിന്നെ ഏകാഗ്രത കൂട്ടാൻ മറ്റൊരു കാര്യം, നിങ്ങളിരിക്കുന്ന മുറിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കി കാണുക. പലപ്പോഴും നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഓരോ കാര്യവും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ നോക്കി കാണുക. അവിടെ അതിൻ്റെ നിറം, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെ ചെല്ലുന്നിടങ്ങളിലൊക്കെ ഒരു നിരീക്ഷണ പാടവം കുറച്ച് വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഏകാഗ്രത കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇങ്ങനെ അല്പം കൂടി നിങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഇതെടുത്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ പഠനപരമായ ആ ഒരു വളർച്ച കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി പഠിക്കുന്ന ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇപ്പോൾ ചില പദങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയറായ പദവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കാണുക. അങ്ങനെ ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരിക്കലും നിങ്ങൾ മറക്കാതെയാകും. ഈ അസോസിയേഷൻ എന്നുള്ളത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതിയാണത്. അതായത് എപ്പോഴും എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫണ്ണി വേർഡ്സ്, ഇപ്പോൾ ചില ടേംസൊക്കെ അല്പം ഫണ്ണി ആയിട്ടുള്ള വേർഡ്സുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ മറക്കില്ല. അല്ലെങ്കിൽ പാട്ടായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഇനി
ചില വ്യക്തികളുമായി ബന്ധപ്പെടുത്തി ചില പദങ്ങൾ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഓർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. ഈ ആവർത്തനം പഠനത്തിൽ അത്യാവശ്യമാണ്. ആവർത്തനം പഠനത്തിൽ അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം, നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഒരു ഒരു സർവേ പ്രകാരം 1 മണിക്കൂറിന് ശേഷം 50% മറന്നുപോകും. 9 മണിക്കൂറിന് ശേഷം 60% മറന്നുപോയി. 24 മണിക്കൂറിന് ശേഷം പഠിച്ചതിൻ്റെ 70% മറന്നുപോകും. 30 ദിവസത്തിന് ശേഷം 80%-ലേറെ നമ്മൾ മറന്നുപോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നാലേ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ വെറുതെ പഠിച്ചു പോയതുണ്ടായില്ലേ, ഇടയ്ക്കിടയ്ക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ, ആവർത്തിച്ച് കൊണ്ടുവന്നത് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടതായി മാറും. പഠനം രസകരമാക്കി മാറ്റാവുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞു ചങ്ങാതിമാരെ, ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തരാൻ പറ്റും. വിശ്വസിക്കുക. മലമറിക്കുന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കഠിന അധ്വാനം ചെയ്താലേ രക്ഷപ്പെടൂ എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. വിജയത്തിലേക്ക് കുറുക്ക് വഴിയില്ല എൻ്റെ കുഞ്ഞെ. ഒരു കുറുക്ക് വഴിയിലൂടെ പോകണ്ട. നേരെ വഴിയിലൂടെ ദൈവത്തിന് നേർവര പോലെ നീങ്ങുക. ദൈവം നിങ്ങളെ വിജയം തന്ന് അനുഗ്രഹിക്കും. നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.